തലകറക്കത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. തലകറക്കം ഇല്ലാതെ സ്റ്റഡി ആയിട്ട് നടക്കണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന അവയവങ്ങൾ നോർമൽ ആയിരിക്കണം. അതായത് ജോയിൻസ്, കാലിൻ്റെ മുട്ട്, ചെവി, കഴുത്ത്, കണ്ണ്, പിന്നെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ട് ബാക്കിൽ സെറിബെല്ലം എന്ന് പറയും. ഇത്രയും ഭാഗം നോർമൽ ആണെങ്കിൽ തലകറക്കം ഉണ്ടാവത്തില്ല, സ്റ്റഡി ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന പാർട്സിൽ ഒരെണ്ണമാണ് കഴുത്ത്. കഴുത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരാൻ കാര്യം എന്നാൽ അതിൻ്റെ വഴിയാണ്, അതിൻ്റെ എല്ലിൻ്റെ അകത്തുകൂടിയാണ് അതിൻ്റെ ബ്ലഡ് സപ്ലൈ മൊത്തം ചെവിയിലോട്ട് പോകുന്നത്. ഞാൻ അതിൻ്റെ ഒരു പിക്ചറും ഒരു ഡെമോൺസ്ട്രേഷനും കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പിക്ചർ കാണുവാണെങ്കിൽ അതിനകത്ത് കഴുത്തിൻ്റെ 7 എല്ല് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2 സൈഡിൽ കൂടെ, ഞാൻ ഒരു സൈഡേ വരച്ചിട്ടുള്ളൂ, 2 സൈഡിൽ കൂടെ രക്തോട്ടം നേരെ മുകളിലോട്ട് ചെന്നിട്ട് 2 ചെവിയിലും സപ്ലൈ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വേറെ ഒരു മോഡൽ തരാം. അപ്പോൾ ഈ മോഡലിൽ കാണുവാണെങ്കിൽ 2 സൈഡിൽ രക്തോട്ടം ഈ എല്ലിനകത്തുകൂടി പോകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ മുകളിലത്തെ പാർട്ടിലാണ്, ഇപ്പോൾ കൈവച്ച് കാണിക്കുന്ന ഭാഗത്താണ് രക്തോട്ടം ഇതിൻ്റെ അകത്തുകൂടി പോകുന്നതാണ്. അപ്പം നമ്മൾ കഴുത്ത് അനക്കുമ്പം ആ സൈഡിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആക്സിഡൻറ്റോ സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടെങ്കിൽ ആ രക്തോട്ടം എല്ലിൻ്റെ അകത്തുകൂടി പോകുന്നതുകൊണ്ട് അവിടെ പ്രസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ, അതായത് കഴുത്ത് തിരിക്കുമ്പം തലകറക്കം വരാനുള്ള കാരണങ്ങൾ: ഒന്ന്, ആക്സിഡൻറ്റ്. അത് കാർ ആക്സിഡൻ്റ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും രീതിയിൽ കഴുത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ആക്സിഡൻറ്റ്സ് ആയിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി പേഷ്യൻറ്റിന് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട്, മാസങ്ങൾ ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴുത്തിൽ ഈ പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് തലകറക്കം വരുന്നതെന്ന് വെച്ചാൽ, അവർ തല ഇടതോട്ടോ വലതോട്ടോ തിരിക്കുമ്പം രക്തോട്ടം ഈ എല്ലിനകത്തുകൂടി പോകുന്ന രക്തോട്ടം എല്ലിൻ്റെ അകത്തുകൂടി പോകുന്നതുകൊണ്ട്, തല കറക്കുന്നതുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതുകൊണ്ട് അത് കുറച്ച് പ്രസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ അവിടെയുള്ള ജോയിൻസ് സെൻസിറ്റിവിറ്റി കൊണ്ടായിരിക്കാം. പിന്നെ അവസാനത്തെ കാര്യം, അകത്തുള്ള നരമ്പിന് അത് തൊടുന്നുകൊണ്ടായിരിക്കാം. ഇപ്പോൾ മിക്ക പേഷ്യൻസിൻ്റെ കംപ്ലയിൻസ് നേരത്തെ അവർ പറയും, നേരത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നെന്നോ, ഇല്ല മാസങ്ങൾ ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഓർത്തോ ഡോക്ടറിനെ കാണുന്നുണ്ട്, ആ ഡോക്ടർ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ചില പേര് ചെവി വേദന പറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പ്രധാന കംപ്ലയിൻറ്റ് ENT അടുത്ത് വരാൻ കാര്യം, രാവിലെ എണീച്ചുടനെ കഴുത്തിന് വേദന ഉണ്ടാവും. അത് മാത്രമല്ല, ചിലപ്പോൾ തല തിരിക്കുമ്പോഴാണ് കൂടുതൽ ഈ തലകറക്കം വരുന്നതെന്ന് പറയും. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്ത ഉടനെ ചെവി, മൂക്ക്, തൊണ്ട എല്ലാം നോർമൽ ആയിരിക്കും. പക്ഷേ കഴുത്ത് തിരിക്കുമ്പം അവർക്ക് തലവേദന പോലെ, ഒരു തലചുറ്റൽ പോലെ, ഒരു വല്ലായ്മ പോലെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ 2 കൈയിലും അവർക്ക് ഒരു നംനെസ് പോലെ ഉണ്ട്, മരവിപ്പ് പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തലകറക്കം കഴുത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു ടെസ്റ്റാണ് ഇത്. അപ്പോൾ ഈ ടെസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് സർവൈക്കൽ ടോർഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ടെസ്റ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ തല പിടിച്ചിട്ട് ദേഹം മാത്രം അനക്കാൻ പറയും. ദേഹം മാത്രം അങ്ങനെ അനക്കുമ്പം, അഥവാ കഴുത്തിൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ ഈ പൊസിഷനിൽ വരുമ്പം അവർ തലകറക്കം പറയും. കണ്ണിനകത്ത് നോക്കുവാണെങ്കിൽ കണ്ണിന് ചലനം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്ന സാധാ CT സ്കാൻ ആയിരിക്കാം എടുക്കാം. അതിനും കാട്ടി നല്ലതായിട്ട് MRI ആൻഡ് MRA സ്കാൻ ചെയ്യാം. അതുകൂടാതെ കഴുത്തിൻ്റെ ഡോപ്ലർ സ്കാനും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ 3-ൽ കഴുത്തിൻ്റെ ഡോപ്ലർ സ്കാനോ MRA എടുക്കുവാണെങ്കിലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അപ്പം മെയിനായിട്ട് മരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മതി. പക്ഷേ ഫിസിയോതെറപ്പിയും ബാക്കി കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഫിസിയോതെറപ്പിക്കായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില പേഷ്യൻസിന് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അതിന് കൂടെ മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്താൽ കൊള്ളാം. മിക്ക ഡോക്ടറും പല ഡോക്ടറും മാറി മാറി കാണുന്നുണ്ട്.
ഈ പേഷ്യൻ്റ് മാറി മാറി കാണുന്നുണ്ട്. അവർ സാധാരണ പെയിൻ കില്ലേഴ്സാണ് തരിക. ഇല്ല, അതിൽ കൺട്രോൾ നിൽക്കുന്നില്ലെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്നും ഇതിന് എഫക്റ്റീവാണ്. അതും ചില പേഷ്യൻസ് കഴിക്കാറുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ സർജറി, ശസ്ത്രക്രിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, പ്രധാന കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ ബോഡി പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് ആദ്യത്തെ പിക്ചർ നിങ്ങൾ കാണുവാണെങ്കിൽ 0 ഡിഗ്രി കറക്റ്റ് ബോഡി പൊസിഷൻ ആണെങ്കിൽ നമ്മൾ വെയിറ്റോ കഴുത്തിൻ്റെ വേദന അനുഭവിക്കത്തില്ല, അറിയത്തില്ല. പക്ഷെ 15 ഡിഗ്രി കൂടുവാണെങ്കിൽ തലയിൽ ഒരു 12 കിലോ വെയിറ്റ് വയ്ക്കുന്ന പോലെയാണ്. അങ്ങനെ വീണ്ടും അത് 15 അല്ല 30 ഡിഗ്രി ആണെങ്കിൽ 17 കിലോ വയ്ക്കുന്ന പോലെയാണ്. 45 ഡിഗ്രി വയ്ക്കുകയാണെങ്കിൽ 22 കിലോ തലയിൽ വയ്ക്കുന്ന പോലെയാണ്. 60 ഡിഗ്രി തല താക്കുവാണെങ്കിൽ 27 കിലോ തലയിൽ വയ്ക്കുന്ന പോലെയാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷനും 40-45 വയസ്സുള്ള ആൾക്കാരും എല്ലാവരും ഈ 45-60 ഡിഗ്രിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അവർ ഫോണ് കാണാൻ വേണ്ടി മണിക്കൂറോളം ബെഡിൽ ഈ പൊസിഷനിൽ കടന്ന് അവർ ഫോൺ കണ്ടുകൊണ്ടിരിക്കും. ഒരു മൂവി എന്ന് പറയുമ്പോൾ 2-2.5 മണിക്കൂറും പ്രോഗ്രാമും കണ്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 45 ഡിഗ്രി താഴോട്ട് നോക്കുമ്പോൾ 22 കിലോ തലയിൽ വയ്ക്കുന്ന പോലെ അത്രയും പ്രഷർ കഴുത്തിൻ്റെ മസിൽസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും സ്ട്രെയിൻ മസിലിന് ഉണ്ടാവും. അപ്പോൾ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം എന്ന് ചുരുക്കം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഫിസിയോതെറപ്പി എന്ന് പറയുമ്പോൾ 5 ടൈപ്പ് ഓഫ് ഫിസിയോതെറപ്പി ഉണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇതിൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മരുന്നില്ലാതെ നമുക്ക് ഇത് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. നെക്ക് എക്സസൈസ്. അപ്പോൾ നെക്ക് എക്സസൈസ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. കൈ ഫ്രണ്ടിൽ വെച്ചിട്ട് തള്ളാൻ പറയും. ശ്രദ്ധിച്ചോണേ, തള്ളാൻ പറയും. 2, 3 അങ്ങനെ 10 പ്രാവശ്യം. 1 ബാക്കിൽ പുഷ് ചെയ്യാൻ. അതുപോലെ തന്നെ സൈഡിലോട്ട്. ഇത്രയും കഴുത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇനി വേറെ എക്സസൈസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോണം. വലുതോട്ടും ഇടതോട്ടും വലുതോട്ടും 10-15 പ്രാവശ്യം നല്ലപോലെ തിരിക്കണം. ആദ്യം നല്ലപോലെ തിരിക്കാൻ പറ്റത്തില്ല, പതുക്കെ പതുക്കെ കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ടും താഴോട്ടും 10-15 പ്രാവശ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട്, അതുപോലെ തിരിച്ചും റൗണ്ടായിട്ട്. മസിലിൽ കഴുത്തിൽ കുറച്ച് വേദന വരത്തക്ക രീതിയിൽ, വേദന സ്ലൈറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ചെയ്യുന്ന കറക്റ്റാണെന്ന് അർത്ഥം. സൈഡിലോട്ട് നോക്കി, മുകളിലോട്ട് നോക്കി, താഴോട്ട്, അങ്ങനെ ഒരു 10 പ്രാവശ്യം. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലോട്ട് നോക്കി മുകളിലും താഴെയും 10 പ്രാവശ്യം. ഇതാണ് എക്സസൈസ് ഉള്ളത്. ഇനി അടുത്ത എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. കൈ രണ്ടും ഫ്രണ്ടിലോട്ട് നല്ല കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കഴുത്ത് താഴോട്ട്. ഒന്ന്, 2 അങ്ങനെ കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്ത് താഴെ നോക്കിക്കൊണ്ടിരിക്കണം. 10 എണ്ണുന്ന വരെ. കുറച്ച് പെയിൻ ഉണ്ടാവും. ഇനി മതിലിൽ അങ്ങോട്ട് പോവുക. എത്രത്തോളം മുകളിലോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. എന്നിട്ട് താഴോട്ട് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും കഴുത്തിൽ സ്ലൈറ്റ് പെയിൻ വരത്തക്ക രീതിയിൽ പെയിന് മാറണം. അതുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ. ഈ പറഞ്ഞ 3 എക്സസൈസും നമ്മൾ വീട്ടിൽ ചെയ്യാനുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുവാണെങ്കിൽ അവർ വാം ആപ്ലിക്കേഷൻ ചെയ്യും. അതായത് ഒരു പെർട്ടിക്കുലർ ചൂടിൽ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ആ പാക്കിന് ഒരുപാട് ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു ക്ലോത്ത് കവറിങ് വച്ചിട്ട് പിന്നെ അത് അത്രയും കഴുത്തിൻ്റെ
ബാക്ക് ഭാഗം. ഇതാണ് എൻ്റെ മെഷീൻ. എത്ര സെറ്റിങ്ങിൽ വെക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ആ പേഷ്യൻ്റ് രോഗിയുടെ ബാക്കിൽ വേദന ഉള്ള സ്ഥലത്ത് വെക്കണം. അത് നമ്മൾ ചെയ്യുന്നത് കഴുത്ത് കുറച്ച് താപ്പോട്ട് നോക്കാൻ പറയണം. ഒരു 10-15 മിനിറ്റ് വയ്ക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു 3 മുതൽ 5 സെഷൻ ചെയ്യും. ഇതിൽ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് അൾട്രാസോണോഗ്രാഫി ചെയ്യേണ്ടി വരും. ഈ അൾട്രാസോണോഗ്രാഫിയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത് പെയിൻ തുടങ്ങിയിട്ട് 1-2 മാസമാണെങ്കിൽ 5 സെഷൻ മതിയാവും. അത് അങ്ങനെയല്ല, മാസങ്ങളായിട്ടുണ്ടെങ്കിൽ അത് 10 സെഷനിൽ കൂടുതൽ വേണ്ടിവരും. അതിലും കുറവില്ലെങ്കിൽ എവിടെ വേദന എടുക്കുന്നോ അത് മസാജ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യും, മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ പറയുന്ന, അതായത് നെക്കിൻ്റെ വോം ആപ്ലിക്കേഷനും അൾട്രാസോണോഗ്രാഫിയും ട്രിഗർ പോയിന്റ്സും അടുത്ത പറയാൻ പോകുന്ന എല്ലാം ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാലേ അവർ കറക്റ്റായിട്ട് അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എക്സസൈസ് ആ മസാജ് ചെയ്യുന്നത് 5 മുതൽ 7 മിനിറ്റിലേക്കായിരിക്കും ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ, അതായത് ഒരു ചെറിയ വോംത്ത് വരുന്നവരെ ഉള്ള കറണ്ട് ആപ്ലിക്കേഷൻ ചെയ്യും. നമ്മൾ ആ ഏതൊക്കെ ഏരിയയിൽ പെയിൻ ഉണ്ടെന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിൽ ഈ ഗാഡ്ജറ്റ്സ് വച്ചിട്ട് ആ മെഷീനെ ഓൺ ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് നേരം ഉണ്ടാവും. സമയം ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ആ മെഷീൻ ഓൺ ചെയ്യും. അപ്പോൾ ഇത് 10 മിനിറ്റിലേക്കാണ്. പെയിൻ വന്നിട്ട് തുടങ്ങിയിട്ട് 1-2 മാസമാണെങ്കിൽ 5 സെഷൻ മതിയാവും. അങ്ങനെയല്ല, മാസങ്ങളായിട്ടുള്ളതാണെങ്കിൽ 10ൽ കൂടുതൽ സെഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കഴുത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള തലകറക്കം ട്രീറ്റ് ചെയ്യുന്നത്. സർജറിയാണ് ലാസ്റ്റ് ഓപ്ഷൻ. അതിന് പേഷ്യൻസ് ഒരുപാട് കുറവാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന വീഡിയോ കഴുത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്ത് നമ്മൾ അതിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രോങ് ആക്കി എടുക്കുക ചെയ്യുന്നത്. മെയിൻ പ്രോബ്ലം മാറ്റുകയല്ല ചെയ്യുന്നത്. മസിൽസ് ചുറ്റിനും സ്ട്രോങ് ആക്കി എടുത്ത് നിങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ആവുമ്പം ഈ തലയിറക്കം ഒരുപാട് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് സാധാ മരുന്ന് പെയിൻ കില്ലർ എടുക്കുന്നതിൽ തെറ്റില്ല. നമസ്കാരം.